എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലെ ഈ റീസ്റ്റോറേഷൻ വീഡിയോസ് പലതും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അതർ സ്റ്റേറ്റ് വണ്ടി വീഡിയോ ഇടാൻ പോകുന്നത്. നോർമലി എല്ലാം കേരളത്തിനകത്തുള്ളതാണ്, പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഓൾ ദ വേ ഫ്രം തമിഴ്നാടു അല്ലെങ്കിൽ ചെന്നൈ എന്നാണ് കേട്ടോ. 1992 മോഡലാണ് ഈ ഒരു വണ്ടി. 33 വർഷം പഴക്കമുള്ള ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ എന്തൊക്കെയാണ് സ്പെയർ പാർട്സ് മാറിയിട്ടുള്ളത്, അതുപോലെ തന്നെ പ്ലേറ്റിംഗ് എത്രയായി, പെയിന്റിങ് എത്രയായി, ഇനി അതല്ല ലേബർ എത്രയാണ്, എല്ലാം തന്നെ മനസ്സിലാകുന്നതാണ്. സോ വീഡിയോ പൂർണ്ണമായും കാണാനായിട്ട് മറക്കണ്ട. ഓക്കെ, പറയൂ. അപ്പോൾ എന്തൊക്കെയാണ് പണികൾ ചെയ്തിട്ടുള്ളത്? ഇത് നമ്മൾ ഫുള്ള് ടോട്ടൽ ഡിസ്മാൻറ്റിൽ ചെയ്ത് കംപ്ലീറ്റ് ആക്റ്റീവ്സോട് വർക്ക് ചെയ്ത വണ്ടിയാണ്. എഞ്ചിൻ ഉൾപ്പെടെ ഫുള്ള് പണിത്. ഓക്കെ. അപ്പോൾ ഡോക്ടർ നമ്മളെ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് കർണാടകയിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരാൾ വിളിച്ചു, ചെന്നൈയിൽ നിന്ന് ഡോക്ടറാണെന്ന് പറഞ്ഞു. ആസ് യൂഷ്വൽ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, അതിൽ പകുതി പേരെ വരത്തുള്ളൂ. പക്ഷേ ഡോക്ടർ വണ്ടി അയക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഏറ്റവും വലിയ സംഭവം എന്നറിയാവോ, എന്റെ വണ്ടിയുടെ സ്പ്രോക്കറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് ഈ കോൾ വരുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെ, ആ വീഡിയോ ആ സമയത്ത് വിളിച്ചപ്പോഴത്തേക്ക് ഇനി അന്നും ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അത് ഫോണിൽ കൂടെ കേൾക്കുന്നുണ്ടായിരുന്നു, ലൗഡ് സ്പീക്കറിൽ ഇട്ടിരുന്നത്. ബീറ്റ് നല്ല ആ ഒരു ബീറ്റ് കേൾക്കണം, ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞിരിക്കണമെന്ന്. അത് ഞാൻ പലയിടത്തും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എടാ ഇപ്പോഴും എന്താ പറയാ, ആ ഒരു ബീറ്റിൽ എന്താ പറയാ അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈ ബുള്ളറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവെ ആ ഒരു ബീറ്റാണ് നോർമൽ അല്ലെ, ആ ഒരു ബീറ്റിലാണ് എല്ലാം ഇരിക്കുന്നത്. പക്ഷെ ഇപ്പൊ പൊതുവെ ജെ സീരീസ് എഞ്ചിൻ വന്നതോട് കൂടിയിട്ട് അത് ഇല്ലാണ്ടായി. അപ്പോൾ ഇപ്പൊ ആ ബീറ്റ് ഇഷ്ടപ്പെടണമെങ്കിൽ ഇതുപോലെ പഴയ വണ്ടികൾ കയ്യിൽ കിട്ടണം. അപ്പോൾ പറയാ. അപ്പോൾ ഡോക്ടർ വിളിച്ചു, ഡോക്ടർ ചെന്നൈയിൽ നിന്ന് ട്രെയിനിൽ വണ്ടി കെട്ടി വിട്ടു. നമ്മൾ തമ്പാനൂർ പോയി വണ്ടി കളക്ട് ചെയ്തു. പക്ഷേ ഡിസംബർ ആദ്യം വന്ന വണ്ടിയാണ്. എന്റെ ഓർമ്മ ശരിയാണ്, ഡിസംബർ 1-ാം തീയതിയാണ് ഞാൻ ഈ വണ്ടി സ്റ്റേഷനിൽ പോയി എടുക്കുന്നത്. ഡോക്ടറുടെ തന്നെ 1.5 മാസമാണ് പറഞ്ഞത്, പക്ഷെ ഒരു 4 മാസം അടുപ്പിച്ചായി. അത് ഇനിയും ഒരുപാട് വർക്ക് പെൻഡിങ് ഉണ്ട്. അതെന്താണ് കാരണം? അത് നമുക്ക് ഈ പ്ലേറ്റിങ്ങിന്റെ അവിടെ വരുന്ന ഡിലേ ആണ്. നമ്മൾ കറക്റ്റിന് വണ്ടി അഴിച്ച് കൊടുത്തെങ്കിലും പിന്നെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുന്നേ കൊടുത്ത വണ്ടികൾ അനുസരിച്ച് കിട്ടത്തുള്ളൂ. അപ്പൊ ചിലപ്പോൾ അവർ പറഞ്ഞതിനേക്കാളും ഒരു 10 ദിവസം 12 ദിവസം കഴിഞ്ഞായിരിക്കും ഒരു വണ്ടി തരണത്. മനസ്സിലായി. ഇത്രയും വണ്ടികൾ വരുമ്പോഴത്തേക്ക് ഈ ദിവസം കൂടി പോയതാണ് ഇത്രയും ഡിലേ വന്നത്. പക്ഷെ നിങ്ങൾ ടൈം തരുന്നതിനുള്ള റിസൾട്ട് നിങ്ങളുടെ വണ്ടിയിൽ കാണും. അതിൽ ഉറപ്പാണ്. ഓൾറെഡി ഈ ഒരു വീഡിയോയുടെ യൂസർ എക്സ്പീരിയൻസ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ലിങ്ക് ഞാൻ കമന്റിൽ കൊടുത്തേക്കാം. ഉറപ്പായിട്ടും പോയി കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, ലേറ്റ് ആയെങ്കിലും ഡോക്ടർ എന്തായാലും 100% സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. പുള്ളി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്.